ജാമ്യം കിട്ടിയിട്ടും പുറത്തിറങ്ങാതിരുന്ന വ്യവസായി ബോബി ചെമ്മണ്ണൂരിന് കുരുക്കായ ഹൈക്കോടതിയുടെ അസാധാരണ നടപടി. ഇന്നലത്തെ സംഭവ വികാസങ്ങൾ സ്വമേധയാ പരിഗണിച്ച കോടതി 12 മണിക്ക് മുൻപ് വിശദീകരണം നൽകണമെന്നും ഇല്ലെങ്കിൽ ജാമ്യം റദ്ദാക്കുമെന്നും കടുത്ത മുന്നറിയിപ്പ് നൽകി. കേസ് വീണ്ടും കോടതി പരിഗണിക്കുന്നതിന് മുൻപ് പെട്ടെന്നുള്ള നീക്കങ്ങളിലൂടെ ബോബി ചെമ്മണ്ണൂർ ജയിൽ മോചിതനായിരുന്നു. ചെറിയ ചെറിയ കേസുകളുണ്ട്, 10-26 കേസുകളുണ്ട്. അപ്പൊ അവർക്കൊക്കെ ജാമ്യം കിട്ടിയിട്ട് 5000-10000 ഇല്ലാത്തതുകൊണ്ട് വിഷമിക്കുന്നവരാണ്. അങ്ങനെ 10-26 പേര് എന്റെ അടുത്ത് വന്നപ്പോൾ ഞാൻ പറഞ്ഞു അത് നമുക്ക് പരിഹരിക്കാം, അതിനുള്ള ഒരു സമയത്തിന് വേണ്ടി ഒരു ദിവസം കൂടെ നിന്നുള്ളൂ. ഇറങ്ങേണ്ടത് തീരുമാനിച്ചിട്ടില്ല. കുറച്ചു പേർക്ക് ജാമ്യം കിട്ടിയവരെ പൈസ ഇല്ലാത്തതുകൊണ്ട് അവർക്കുള്ള ഒരു പൈസ അറേഞ്ച്മെന്റ്സ് ചെയ്യാൻ വേണ്ടി നടത്തിയ ബോബി അനുകൂലികളെ പോലീസ് തടഞ്ഞു. വിവരങ്ങളുമായി എസ് ശ്രീകാന്ത്, അശ്വിൻ പാലാഴി, എസ് ശ്യാംകുമാർ എന്നിവർ ചേരുന്നു. എസ് ശ്രീകാന്ത്, ബോബിയുടെ കയ്യിലിരിപ്പ് കാരണം വീണ്ടും ബോബി പെട്ടുപോകുന്ന സാഹചര്യം ഉണ്ടാവുന്നുണ്ടോ? ഈ ജാമ്യവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ബോബി ഇന്നലെ കോടതിയിൽ നടത്തിയ നാടകവുമായി ബന്ധപ്പെട്ട് കോടതി അതിനെ എത്രത്തോളം രൂക്ഷമായി, എത്രത്തോളം കഠിനമായി തന്നെ ആ സംഭവത്തെ കാണുന്നു കോടതി? ശ്രീകാന്ത്. ഹഷ്മി, ബോബിയുടെ കയ്യിലിരിപ്പിനേക്കാൾ കൂടുതൽ ഈ ഫാൻസുകാരും ഈ ഓൾ കേരള മെൻസ് അസോസിയേഷൻകാരും കൂടി ബോബിയെ വീണ്ടും ഉള്ള കാലം ജയിലിനകത്താക്കും എന്നാണ് തോന്നുന്നത്. കാരണം ഇന്ന് ഈ ഉച്ചയ്ക്ക് കേസെടുക്കുമ്പോൾ ഈ വിഷ്വലൊക്കെ കോടതി മുൻപാകെ വൈകാതെ എത്തും എന്ന് തന്നെ പ്രതീക്ഷിക്കാം. ഇനി കോടതി നടപടികളിലേക്ക് വരികയാണെങ്കിൽ ഇന്ന് സമാനതകളില്ലാത്ത വിമർശനം ഒരു ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായി എന്ന് പറയേണ്ടി വരും. കാരണം ഇതിനു മുൻപ് ഒരിക്കലും ഇത്ര പ്രകോപിതരായി കോടതി ജഡ്ജസിനെ കണ്ടിട്ടില്ല. കാരണം നീതിന്യായ വ്യവസ്ഥയെ വെല്ലുവിളിക്കുന്നു എന്ന ചോദ്യവുമായാണ് കോടതി ഇന്ന് ബോബി ചെമ്മണ്ണൂരിൻ്റെ അഭിഭാഷകനെ നേരിട്ടത്. മാത്രമല്ല, നാടകം കളിക്കരുത് കോടതിയെ വെച്ച് എന്നൊരു പരാമർശം കോടതിയിൽ നിന്നും വരികയും ചെയ്തു. ബോബിയോട് കൃത്യമായി തന്നെ പറയണം കോടതിയെ വെച്ച് നാടകം കളിക്കരുതെന്ന്. ജാമ്യം റദ്ദാക്കാൻ പറയാനറിയാം, ജാമ്യം റദ്ദാക്കാൻ നോട്ടീസ് നൽകും എന്നുള്ള ഒരു മുന്നറിയിപ്പ് കോടതിയിൽ നിന്നും വന്നു. അറസ്റ്റ് ചെയ്യാൻ പോലും ഉത്തരവിടും എന്നും ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണൻ ഇന്നിപ്പോൾ പറയുകയും ചെയ്തിട്ടുണ്ട്. വേണ്ടി വന്നാൽ സെക്കൻഡുകൾക്കുള്ളിൽ അറസ്റ്റ് നിർദ്ദേശം നൽകാനറിയാമെന്നും അദ്ദേഹം പറഞ്ഞു വെക്കുന്നു. അതായത് അങ്ങേയറ്റം പ്രകോപനപരമായിരുന്നു ബോബിയുടെ ഭാഗത്തു നിന്നുള്ള, ബോബി ചെമ്മണ്ണൂരിൻ്റെ ഭാഗത്തു നിന്നുള്ള നിലപാടുകൾ എന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു. ഇങ്ങനെയാണോ ഒരു പ്രതി പെരുമാറേണ്ടത് എന്ന് കോടതി ചോദിക്കുന്നു. അഡ്വക്കേറ്റ് B രാമൻപിള്ളയെ പോലെ ഒരു മുതിർന്ന അഭിഭാഷകനെയല്ലേ ബോബി ചെമ്മണ്ണൂർ അപമാനിച്ചിരിക്കുന്നത് ഈ ജാമ്യ മെമ്മോ നടപ്പാക്കാൻ അനുവദിക്കാതെ എന്നുകൂടി കോടതി ഇപ്പോൾ പറയുകയും ചെയ്തിട്ടുണ്ട്. ഈ റിമാൻഡ് തടവുകാരെ സംരക്ഷിക്കാൻ ഇയാൾ ആരാണ്? ഈ ബോബി ചെമ്മണ്ണൂർ ആരാണ്? നീതിന്യായ വ്യവസ്ഥ അതിനൊക്കെ വേണ്ടിയാണ് ഇവിടെയുള്ളത് എന്നും ഹൈക്കോടതി പറഞ്ഞു വെക്കുന്നു. ഇന്നലെ പൊതുജനം ഞാൻ അസോസിയേഷനാണ്, ഞങ്ങളുടെ നേതാവിനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അംഗീകരിക്കാൻ പറ്റുമോ? നാളെ വേറൊരാൾ പടക്കഞ്ഞത്തിന് പകരം ഞാൻ ചെറിയ ബോംബ് പൊട്ടിക്കണമെന്ന് പറഞ്ഞാൽ സമ്മതിക്കാൻ പറ്റുമോ? അത് നമുക്ക് പിന്നീട് ആലോചിക്കാം. നിയമവശങ്ങൾ ഈ എപ്പോഴും ഒഫൻസ് ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നിയമ നടപടികൾ സ്വീകരിക്കില്ല നിവൃത്തിയുള്ളൂ. അപ്പൊ അങ്ങനെ അത് നമ്മൾ ഇവരെ പറഞ്ഞ് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി അവരെ ഇവിടുന്ന് മാറ്റാൻ ശ്രമിക്കും കേട്ടാ. ഓൾ കേരള മെൻസ് അസോസിയേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് 3-5 പേര് അവിടെ വന്ന് പടക്കമൊക്കെ പൊട്ടിക്കുകയാണ്. എന്തോ മാലപ്പടക്കമൊക്കെ കൊണ്ടാണ് പൊട്ടിക്കുന്നത്. മുടി വളർത്തിയ കോട്ടൊക്കെ ഇട്ട കക്ഷി വന്ന് പൊട്ടിക്കുകയാണ്. അത് പൊട്ടിക്കുന്നത് ബോബി ചെമ്മണ്ണൂരിന് ആർക്ക് വേണ്ടിയാണോ അവരെ പടക്കം പൊട്ടിക്കുന്നത് അയാൾക്ക് തന്നെ അത് തിരിച്ചു പടക്കം പോലെ പൊട്ടുന്ന സാഹചര്യം ഉണ്ട് എന്നവർ മനസ്സിലാക്കിയാൽ അവർക്ക് നല്ലത്. പോലീസുകാർ പറയുകയാണ് തൽക്കാലം കേസെടുക്കുന്നില്ല, പക്ഷേ അത്തരത്തിലുള്ള ഒഫൻസ് ഉണ്ടായാൽ കേസെടുക്കേണ്ടി വരും. അപ്പോൾ കാര്യം പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ്. അവർക്ക് കാര്യം പറഞ്ഞാൽ മനസ്സിലാവട്ടെ ആ മുടി വളർത്തിയ കക്ഷിക്കൊക്കെ എന്നേ പറയാനുള്ളൂ. എസ് ശ്രീകാന്ത് തുടരുന്നു. ശ്രീകാന്ത്, കോടതി അതിനെ പേടിപ്പിക്കുക പേടിപ്പിക്കാൻ ആ വാക്ക് ഉപയോഗിക്കുന്നില്ല. കോടതി ഒരു മുന്നറിയിപ്പ് നൽകുക എന്നതിനപ്പുറം കോടതി അതിനെ സീരിയസ് ആയി തന്നെ കാണുന്നു. 12 മണിക്ക് ഇന്നലെ കാണിച്ച നാടകത്തിന് വിശദീകരണം നൽകണം. ആ നാടകത്തിന് നൽകുന്ന വിശദീകരണം തൃപ്തികരമല്ലെങ്കിൽ കോടതി അടുത്ത നടപടിയിലേക്ക് ഉറപ്പായും നീങ്ങുകയും ചെയ്യും, അല്ലേ ശ്രീകാന്ത്? ലക്ഷ്മി, അക്കാര്യത്തിൽ സംശയം വേണ്ട. കാരണം ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണൻ അക്കാര്യത്തിൽ അടിവരയിട്ട കാര്യം പറയുന്നു. അതായത് അദ്ദേഹം അതിൻ്റെ എല്ലാ വിവരങ്ങളും വിശദാംശങ്ങളും ശേഖരിച്ച ശേഷമാണ് ഈ കേസിലേക്ക് ഇന്ന് കടന്നത് എന്നുള്ളതാണ്. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: ഇന്നലെ 4/8 ഈ ഓർഡർ ഹൈക്കോടതി വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്തതല്ലേ എന്ന് ചോദിക്കുന്നു. 4:45 നിങ്ങൾക്ക് മജിസ്ട്രേറ്റ് കോടതി റിലീസ് ഉത്തരവും നൽകിയതല്ലേ? 7:30 വരെ സമയമുണ്ടായിരുന്നു. എന്നിട്ടും നിങ്ങൾ ഈ റിലീസ് ഓർഡർ കാക്കനാട് ജയിലിലെത്തിച്ച് ഇന്നലെ എന്തുകൊണ്ട് ഇറങ്ങിയില്ല എന്നുള്ളൊരു ചോദ്യമാണ് കോടതിയിൽ നിന്നും വരുന്നത്. ബോബി ചെമ്മണ്ണൂർ നിയമത്തിന് മുകളിലാണെന്ന് വിശ്വസിക്കുന്നു എന്നാണ് കോടതി പറയുന്നത്. ബോബി ചെമ്മണ്ണൂർ നിയമത്തിന് അതീതനല്ല
എന്ന് അയാൾക്ക് ഓർമ്മ വേണം എന്നൊരു ഓർമ്മപ്പെടുത്തൽ കോടതി നടത്തുന്നു. ഇന്ന് ഉച്ചയ്ക്ക് 12 മണിക്ക് ഈ കാര്യത്തിൽ വിശദീകരണം നൽകണം. അല്ലാത്ത പക്ഷം തുടർ നടപടി എന്നല്ല കോടതി പറഞ്ഞത്, അത് അടിവരയിട്ട് പറയുന്നു. ജാമ്യം ഞാൻ റദ്ദാക്കും എന്നാണ് കോടതി പറയുന്നത്. ബോബി ചെമ്മണ്ണൂർ ഒരുപക്ഷേ ഈ റിപ്പബ്ലിക് ദിനം അടക്കം ജയിലിൽ ആഘോഷിക്കേണ്ടി വരുന്ന സാഹചര്യമാണ് കാണുന്നത്. ഓൾ കേരള മെൻസ് അസോസിയേഷൻ ഒരു വഴിക്ക് അതിനുവേണ്ടി ശ്രമിക്കുന്നു, അദ്ദേഹത്തിൻ്റെ ഫാൻസുകാർ മറ്റൊരു വഴിക്ക് ശ്രമിക്കുന്നു. ബോബി ചെമ്മണ്ണൂർ ഇന്നലെ തൊട്ട് സ്വമേധയാ അതിനുവേണ്ടി പരമാവധി പണിയെടുക്കുന്നു. ഉച്ചയ്ക്ക് 12 മണിക്കറിയാം ബോബി ചെമ്മണ്ണൂർ വീണ്ടും ജയിൽ ഭക്ഷണം കഴിക്കുമോ, ഈ റിപ്പബ്ലിക് ദിനവും ജയിലിൽ തന്നെ തുടരുമോ എന്നുള്ളത്. ഓക്കെ, അശ്വിൻ പാലാഴിയും ശ്യാംകുമാർ ചേരുന്നുണ്ട്. ശ്യാമിലേക്ക് പോകുന്നു. ശ്യാം, ഇന്നിപ്പോൾ രാവിലെ 10 മിനിറ്റിനുള്ളിൽ പടപടയെന്ന് ബോബി ചെമ്മണ്ണൂർ ജയിലിൽ പുറത്തേക്ക് ഇറങ്ങി. അത് ഈ കോടതി ഇനിയും നാടകം തുടർന്നാൽ ഈ കോടതി അസാധാരണ നടപടിയിലേക്ക് നീങ്ങുന്നു, കോടതി ജാമ്യം റദ്ദാക്കാനുള്ള നീക്കത്തിലേക്കൊക്കെ നീങ്ങുന്നു എന്ന മുന്നറിയിപ്പിനെ തുടർന്നാവില്ലേ പെട്ടെന്ന് തന്നെ ജയിലിന് പുറത്തേക്ക് ഇറങ്ങി രക്ഷപ്പെടാനുള്ള അഭിഭാഷകരുടെ നീക്കം ഇന്ന് രാവിലെ ഉണ്ടായത്? ശ്യാംകുമാർ. ഹാഷ്മി, തീർച്ചയായും. കാരണം ഇന്നലെ അഭിഭാഷകർ ഈ ജാമ്യ ഉത്തരവുമായി കാക്കനാട് ജില്ലാ ജയിലിന് മുന്നിലേക്ക് എത്തിയപ്പോൾ അങ്ങോട്ട് കയറണ്ട എന്നായിരുന്നു ബോബി ചെമ്മണ്ണൂർ അഭിഭാഷകർക്ക് നൽകിയ നിർദ്ദേശം. ഇതേ തുടർന്നാണ് അഭിഭാഷകർ തിരികെ പോവുകയും ചെയ്തത്. ഇന്ന് രാവിലെ അവിടെ എത്തിയ പോലീസ് സംഘം ആദ്യം തന്നെ ബോബിയുടെ അപരൻ ഉൾപ്പെടെ അവിടെ എത്തിയിരുന്നു. മോച്ച എന്നാണ് അയാൾ സ്വയം വിശേഷിപ്പിക്കുന്നത്. അയാളോട് പറഞ്ഞു, ജയിലിന് മുന്നിൽ അനാവശ്യമായി നിന്നാൽ കേസെടുത്ത് ജയിലിൽ അടയ്ക്കുമെന്ന മുന്നറിയിപ്പ് പോലീസ് നൽകി. തൊട്ടു പിന്നാലെ ആരാധകരെന്ന് അവകാശപ്പെട്ട് ബോബി ചെമ്മണ്ണൂരിന്റെ ചില സ്ഥാപനങ്ങളിലെ ജീവനക്കാർ അവിടെ എത്തിയിരുന്നു. അവരോടും പോലീസ് നിലപാട് ഘടിപ്പിച്ചു പറഞ്ഞു, ഇവിടെ നിന്നാൽ നിങ്ങൾക്കെതിരെ കേസെടുക്കും, ബോബി ചെമ്മണ്ണൂർ പുറത്തിറങ്ങുമ്പോൾ നിങ്ങൾ ഇതേ ജയിലിൽ കിടക്കേണ്ട സാഹചര്യം ഉണ്ടാകുമെന്ന് പറഞ്ഞു. അതോടുകൂടി ബോബി ചെമ്മണ്ണൂരിന്റെ കൂടെ വന്നവർ ഇവരെ പറഞ്ഞു മാറ്റുന്നുണ്ടായിരുന്നു. ആ സമയത്താണ് ശ്രീകാന്ത് റിപ്പോർട്ട് ചെയ്ത പോലെ കേസ് ഹൈക്കോടതി വീണ്ടും പരിഗണിച്ചത്. അതോടുകൂടി എല്ലാത്തിനും വേഗം കൂടി അഭിഭാഷകർ ജാമ്യ ഉത്തരവ് ഒരാൾ കൈവശം ജയിലിലേക്ക് എത്തിക്കുന്നു. വളരെ വേഗത്തിൽ നടപടികൾ പൂർത്തിയാക്കി ബോബി ചെമ്മണ്ണൂരിനെ പുറത്തിറക്കുന്നു. പെട്ടെന്ന് തന്നെ കാറിൽ കയറ്റി കൊണ്ടുപോകുന്നു. ആരാധകരെന്ന് അവകാശപ്പെട്ടവരെ കൂടെ വന്നവർ ഉൾപ്പെടെ അവിടെ നിന്ന് ഓടിക്കുന്ന കാഴ്ചയാണ് കണ്ടത്. ഇന്നലെ ഇതുവരെ കാണാത്ത രീതിയിൽ ഒരു സ്ത്രീയെ അപമാനിച്ച കേസിൽ അറസ്റ്റിലായ പ്രതിയെ സ്വീകരിക്കാൻ മാലപ്പടക്കം കെട്ടിയാണ് ജയിലിന് മുന്നിൽ പൊട്ടിക്കാനായി അവർക്ക് തയ്യാറായി നിന്നത്. അത് മെൻസ് അസോസിയേഷൻകാരായിരുന്നു. ഇതെല്ലാം തെളിവുകളായി, വീഡിയോ തെളിവുകളായി കോടതിയുടെ മുന്നിൽ എത്തിയിട്ടുണ്ട്. ആരാണ് ബോബി ചെമ്മണ്ണൂരിനെ ജയിലിലിടാൻ ഈ കോടതി എന്ന് ചോദിച്ച ആരാധകർ ഉൾപ്പെടെ ഇന്നലെ അവിടെ എത്തിയിരുന്നു. അതെല്ലാം കോടതിയുടെ മുന്നിൽ ഉണ്ടായിരുന്നു. അതിനു പുറമെ അറ്റ്ലീസ്റ്റ് അത് പുറത്ത് പറയാതിരിക്കാനെങ്കിലും അഭിഭാഷകർ ബോബിയോട് പറയണമായിരുന്നു. ബോബി പറയുന്നത് 5000-10,000 ഒക്കെ പൈസ ഇല്ലാത്ത തടവുകാരുണ്ട്, അപ്പോൾ അവരുടെ കാര്യമൊക്കെ നോക്കാൻ നിൽക്കുകയായിരുന്നു എന്ന് ബോബി പരസ്യമായി തന്നെ പറയുകയാണ്. ഇന്ന് കോടതി അതിന് ഉന്നതനം ചോദിക്കുന്നുണ്ട്. സഹതടവുകാരുടെ കാര്യം നോക്കാൻ ഈ ബോബി ആരാ എന്ന് കോടതി ചോദിക്കുന്നുണ്ട്. 12 മണിക്ക് വിശദീകരണം കൊടുക്കുമ്പോൾ ഇതുപോലെ സഹതടവുകാർക്ക് 5000-10,000 രൂപ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ജയിലിനകത്ത് നിന്നിരുന്നത് എന്ന് പറയുകയാണെങ്കിൽ അത് പിന്നെ കുരുക്കാവില്ലേ? അത് വല്ലാത്ത പണിയിലേക്ക് പോവില്ലേ ശ്യാം? ഒരു സംശയവും വേണ്ട. കാരണം കെൽസ എന്ന് പറയുന്ന സംവിധാനം തന്നെയുള്ളത് ഇങ്ങനെ ജയിലിനുള്ളിൽ ആരുമില്ലാത്ത തടവുകാർ, സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരൊക്കെ സഹായിക്കാൻ വേണ്ടി സുപ്രീം കോടതി നിർദ്ദേശപ്രകാരം രൂപീകരിച്ച ഒരു സംവിധാനം രാജ്യത്ത് എല്ലായിടത്തുമുണ്ട്. ആ സംവിധാനത്തെ പോലുമാണ് ബോബി ചെമ്മണ്ണൂർ ഇന്നലെ ആ പരാമർശത്തിലൂടെ ചോദ്യം ചെയ്തത്. ഇന്ന് പുറത്തിറങ്ങുമ്പോഴും അയാൾ പറയുന്നത് ജയിലിനുള്ളിൽ ഉണ്ടായിരുന്നവരെ, പുറത്തിറങ്ങാൻ കഴിയാത്തവരെ സഹായിക്കാൻ നിന്നു എന്നാണ്. ഇന്ന് കോടതി ചോദിച്ചതും അതാണ്, ആരാണ് ബോബി ചെമ്മണ്ണൂർ, വിചാരണ തടവുകാരുടെ കാര്യം നോക്കാൻ ഇയാളെ ആരാണ് ഏൽപ്പിച്ചതെന്ന് കോടതി ചോദിച്ചതും അതാണ്. ആ അപകടം മനസ്സിലാക്കിയാണ് അഭിഭാഷകർ വളരെ വേഗത്തിൽ ജയിലിലെത്തുകയും ഉത്തരവ് കൈമാറി ബോബി ചെമ്മണ്ണൂരിനെ പുറത്തിറക്കുകയും ചെയ്തത്. ഇനി ആ ഉത്തരവ് കൈമാറിയിട്ടും ബോബി ചെമ്മണ്ണൂർ പുറത്തിറങ്ങാൻ തയ്യാറായില്ലായിരുന്നെങ്കിൽ ജയിൽ അധികൃതർ തന്നെ പിടിച്ച് പുറത്താക്കുന്ന സാഹചര്യം ഉണ്ടാകും. അതിന് പോലീസിന്റെ സഹായം തേടുകയും ചെയ്യുമെന്ന് ജയിൽ അധികൃതരും വ്യക്തമാക്കിയിരുന്നു. കാരണം കോടതി ജാമ്യം നൽകിയ ഒരാൾ ആ ജാമ്യ ഉത്തരവ് കോടതിയിലെത്തി രേഖപ്പെടുത്തിയ ശേഷം ജയിലിൽ നിന്ന് ഇറങ്ങിയില്ലെങ്കിൽ അതിന്റെ ഉത്തരവാദികൾ ജയിൽ അധികൃതരാകും. ആ സാഹചര്യത്തിൽ പോലീസിന്റെ സഹായം തേടി ബോബി ചെമ്മണ്ണൂരിനെ ബലമായി ജയിലിൽ നിന്ന് പുറത്തിറങ്ങാൻ ഉള്ള സഹായവും ജയിൽ അധികൃതരും തേടിയിരുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഏതായാലും അതിനു മുൻപ് കൂടെയുണ്ടായിരുന്ന അഭിഭാഷകർക്ക് കാര്യം മനസ്സിലായി. അങ്ങനെയാണ് പുറത്തേക്ക് ഇറക്കി വാഹനത്തിൽ കയറ്റി കൂടുതലൊന്നും പറയാൻ സമ്മതിക്കാതെ അവിടെ നിന്ന് കൊണ്ടുപോവുകയായിരുന്നു. പക്ഷേ കോടതിക്ക് കാര്യം കൃത്യമായി മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇന്നവിടെ ആരാധകരെ ഉൾപ്പെടെ കൊണ്ടുവരാൻ ബോബി ചെമ്മണ്ണൂരിന്റെ അനുയായികൾ തയ്യാറാകാതിരുന്നത്. ഇന്നലെ അവിടെ വന്ന ബോബി ചെമ്മണ്ണൂരിന്റെ സ്ഥാപനത്തിലെ ജീവനക്കാരാണ് ആരാധകർ എന്ന പേരിൽ അവിടെ നിൽക്കുകയും
ബോബി ചെമ്മണ്ണൂരിന് അഭിവാദ്യം അർപ്പിക്കാൻ എന്ന പേരിൽ ബഹുമാനപ്പെട്ട കോടതിയെയും നിയമവ്യവസ്ഥകളെയും ഉൾപ്പെടെ ചോദ്യം ചെയ്യുകയും കേസെടുക്കാനാണെങ്കിൽ ഞങ്ങൾ ജയിലിൽ പോകുമെന്നൊക്കെ പറയുകയും ഒക്കെ ചെയ്തത്, അതെല്ലാം കോടതിയുടെ മുന്നിലുണ്ട്. തെളിവുകൾ പോലീസ് തന്നെ ശേഖരിച്ചിട്ടുണ്ട്. പടക്കം കെട്ടിയതിൻ്റെ തെളിവുണ്ട്. കോടതിക്കെതിരായിട്ട് പറയുന്നതിൻ്റെ വീഡിയോ ബൈറ്റുകളുണ്ട്. അതെല്ലാം കോടതി പരിശോധിച്ചാൽ ഒരുപക്ഷെ പുതിയ കേസ് വന്നില്ലെങ്കിൽ മാത്രമാകും നമ്മൾ അത്ഭുതപ്പെടാനുള്ളത്.